ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലായ കെ.പി. ശങ്കരദാസിന്റെ ആരോഗ്യ പരിശോധനയ്ക്കായി ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി. ജയിൽ വകുപ്പിന്റെ ഡോക്ടർ ശങ്കരദാസിനെ പരിശോധിക്കും. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റണോ എന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകാനായി ചേർന്നു. സിജോ, പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇതിനു ശേഷമായിരിക്കുമോ ആശുപത്രിയിൽ നിന്ന് മാറ്റണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക? പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ കെ.പി. ശങ്കരദാസിനെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ തന്നെ തുടരാൻ തൽക്കാലത്തേക്ക് അനുവദിച്ചിരുന്നത്. കോടതി അതിന് നിർദ്ദേശം നൽകിയിരുന്നത് ജയിൽ വകുപ്പിന്റെ ഡോക്ടർ എത്തി പരിശോധന നടത്തുക എന്നുള്ളതാണ്. ആ പരിശോധനയിൽ അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് മാറ്റുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി അതങ്ങനെയല്ല, ജയിലിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പരിശോധിക്കും. അങ്ങനെയും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ ചികിത്സയിലുള്ള ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരാനുള്ള ഒരു നിർദ്ദേശമായിരിക്കും നൽകുക. എന്തായാലും ഈ പരിശോധനകൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ജയിൽ വകുപ്പിന്റെ ഡോക്ടറും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ കൂടി ഒരു ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും അത് ഇന്ന് തന്നെ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളതാനും അത്തരത്തിലുള്ള വിവരമാണ് ലഭിക്കുകയും ചെയ്യുന്നത്. ഇന്നലെയായിരുന്നു ജഡ്ജി ആശുപത്രിയിലെത്തി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. സാങ്കേതികപരമായി ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ആശുപത്രിയിൽ തുടരാനുള്ള തീരുമാനത്തിലേക്ക് വന്നത്. അതേസമയം തന്നെ ജാമ്യാപേക്ഷയുമായി നീങ്ങാനുള്ള നടപടികളും ശങ്കർദാസിന്റെ അഭിഭാഷകൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ തിങ്കളാഴ്ചയോടുകൂടി കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് തീരുമാനം.